രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ, തെളിവുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മാധ്യമങ്ങളിലൂടെ, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ, രാഷ്ട്രീയ പാർട്ടികളിലൂടെ അദ്ദേഹത്തെ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ തെറ്റായി കാണുക, ശരികളെ ശരിയായി കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ അദ്ദേഹത്തിനും അവകാശവും അവസരവും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് മുൻപിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. അപ്പോൾ രാഹുലിനെതിരെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നിരന്തരമായിട്ട് മാധ്യമങ്ങൾ ഒരു അജണ്ട വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ അലയൊലികളും നടന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇന്നെടുത്ത ഒരു തീരുമാനം അത് എത്രമാത്രം കൃത്യമാണ് എന്നറിയില്ല. എന്നാലും ശരി, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അവന്തിക എന്ന സുഹൃത്തിന് ആ ആരോപണം ഉന്നയിച്ച ആ വ്യക്തിയുടെ വോയിസിലൂടെ തന്നെ മറുപടി നൽകുന്ന ഒരു പ്രസ് മീറ്റ് എന്ന് പറയാം, അത് നമ്മൾ കാണുകയുണ്ടായി. ഏകദേശം 13 മിനിറ്റുള്ള ആ ഒരു പ്രസ് മീറ്റിൽ 8 മിനിറ്റോളം അദ്ദേഹം ആ വോയിസ് പ്ലേ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വീഡിയോയും, ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. രാഹുലിൻ്റെ തെറ്റുകളെ തെറ്റായി കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശരികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എല്ലാ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. കാരണം അദ്ദേഹം ഇവിടെ ഒരു തരംഗമായി നിന്നൊരു സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരമുണ്ട്. അദ്ദേഹം മറുപടി പറയാനുള്ള ഒരു തുടക്കം ആയിട്ടാണ് ഈ ഒരു ഇന്നലത്തെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് കാണിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാഹുൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഞാൻ മാത്രമല്ല തെറ്റുകാരൻ, എന്നെ ഇതിലേക്ക് എത്തിച്ച ആളുകളും തെറ്റുകാർ തന്നെയാണെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു മറുപടി വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ പരിപൂർണമായിട്ട് എല്ലാം ഉൾക്കൊള്ളുന്നുമില്ല, എല്ലാം തള്ളിക്കളയുന്നുമില്ല. ശരി വേർതിരിച്ചെടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ അവന്തിക എന്ന ആ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള യുവതി റിപ്പോർട്ടർ ചാനലിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബൈറ്റ് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടതിന് ശേഷം നമുക്ക് രാഹുലിൻ്റെ അതിനുള്ള ഒരു മറുപടി എന്നുള്ള നിലക്കുള്ള ആ ഒരു പ്രസ് മീറ്റിംഗും കൂടെ നമുക്ക് കാണാം. അപ്പോൾ അവന്തിക പറയുന്നത് നമുക്ക് കേൾക്കാം. അവന്തിക, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ അവന്തിക പരാതി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അയാളുടെ ഭാഗത്തു നിന്ന് ലൈംഗിക വൈകൃതമായ രീതിയിൽ കുറച്ച് മെസ്സേജുകൾ വന്നതിൻ്റെ ഭാഗത്താണ് ഞാൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. അയാളുടെ ഭാഗത്തു നിന്ന് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് നമുക്ക് പോകാം, അവിടെ നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ നിന്നെ എനിക്ക് ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത്. അതായത് അവന്തികൻ്റെ അടുത്ത് രാഹുലിൻ്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അവന്തികനെ കോയമ്പത്തൂർ അല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഹൈദരാബാദോ ബാംഗ്ലൂരോ പോയിട്ട് റേപ്പ് ചെയ്യണ മാതിരി ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമല്ല, ആവശ്യവും രാഹുൽ അവന്തികയോട് ഉന്നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം. അവന്തിക എങ്ങനെയാണ് ഇയാളുമായിട്ട് പരിചയത്തിലാവുന്നത്? എവിടെ നിന്നാണ് പരിചയം? ഇയാളൊരു ഡിബേറ്റ് വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത്, തൃക്കാര ബൈ ഇലക്ഷൻ സമയത്ത്. ആ സമയത്ത് ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. ആ സമയത്താണ് ഇയാളെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇയാൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിക്വസ്റ്റ് അയക്കുകയും മെസ്സേജ് അയക്കുകയും അങ്ങനെ തുടങ്ങിയൊരു സൗകര്യമാണ്. പിന്നീട് ഇത്തരം വൃത്തികെട്ട രീതിയിലേക്ക് അയാൾ മാറ്റുകയുണ്ടായിരുന്നു. അപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ
നല്ല പെരുമാറ്റമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മാറാൻ തുടങ്ങിയെന്നാണ് അവന്തിക പറയുന്നത്. ഇതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഇപ്പോൾ അവന്തികയുടെ കയ്യിലുണ്ടോ? അയാൾ വിളിച്ച കോളുകൾ മാത്രമല്ലാതെ വേറെ തെളിവുകളൊന്നുമില്ല. കാരണം അയാൾ വളരെ ബുദ്ധിപൂർവമായ കരുക്കൾ നീക്കിയിരിക്കുന്നത്. അയാൾ ടെലഗ്രാമിൽ ഉൾപ്പെടെ 1 സെന്റിലാണ്. ഒരു പ്രാവശ്യം റീഡ് ചെയ്താൽ പിന്നീട് മെസ്സേജ് അൺസെൻഡ് ആയി പോകുന്ന രീതിക്കാണ് സംസാരിച്ചത്. അയാൾ ഒരു പബ്ലിക് അതായത് അദ്ദേഹം മെസ്സേജ് ചെയ്യുന്നതൊക്കെ ഒറ്റ പ്രാവശ്യം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാണൂല. ആ രീതിയിലാണ് സെൻഡ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്, മെസ്സേജൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് ഒരു ഹൈഡ് ചെയ്ത് പോകണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവന്തിക അറിഞ്ഞതിന് ശേഷം പിന്നെ അത് കാണാൻ പറ്റാത്ത രീതിയിൽ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചു എന്നാണ് അവന്തിക പറയുന്നത്. കേസായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുറത്തു വരും എന്നൊരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കാരണം ഭയം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് വളരെയധികം തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് കുറച്ച് മുന്നേ വന്ന കോളുകൾ, അതിനുശേഷം എനിക്ക് വന്ന കോളുകളൊക്കെ അയാളുടെ ഭാഗത്തു നിന്നുള്ള കോളുകളെല്ലാം അത്തരത്തിൽ ഭയം ഉണ്ടെന്നുള്ള രീതിക്കാണ് തന്നെയാണ്. ഈ അവസാനം വന്ന കോളുകളിൽ എന്താണ് രാഹുൽ പറയുന്നത്? ഇല്ല, ഒന്നും സംസാരിക്കുന്നതന്നെ ഇല്ല. ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. തിരിച്ചു വിളിച്ചപ്പോൾ അയാൾ പ്രസ് കോൺഫറൻസിലാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അവന്തിക നേരത്തെ ഇത് പുറത്തു പറയണമെന്ന് ചിന്തിച്ചിരുന്നോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇത് സംസാരിച്ചിരുന്നോ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും സമൂഹത്തിന്റെ പ്രതിഫലനം എങ്ങനെയാണെന്നുള്ളത് ഭയന്നിരുന്നു. അതിനുശേഷം ഇപ്പം ഇന്നലെയാണ് യുവനടി ഇത്തരം വെളിപ്പെടുത്തലുണ്ടാകുന്നത്. അതിനുശേഷം ഒരു ധൈര്യം വന്നത് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ തയ്യാറായത്. ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് ഭയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു യുവനടി രാഹുലിനെതിരെ ആരോപണമായിട്ട് വന്നതിന് ശേഷം അവർക്ക് ആ ഭയം മാറിയിട്ട് അവർ പ്രതികരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. തനിക്കെതിരെ പരാതിയില്ല എന്നതാണ് രാഹുൽ കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അവന്തികയുടെ മുന്നോട്ടുള്ള തീരുമാനം എങ്ങനെയാണ്? നിയമ നടപടിയുമായി പോകുന്നുണ്ടോ? അതെ, നിയമപരമായ വശങ്ങൾ അന്വേഷിച്ചിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. നിയമപരമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത് രാഹുൽ അവന്തികക്കെതിരെ പ്രസ് മീറ്റ് നടത്തുന്നതിന് മുൻപാണ്. അതിനുശേഷമോ അതിന് മുൻപോ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതെ, പരാതിയില്ലാതെ കോൺഫിഡൻസ് ആണ്. തെളിവില്ലാത്തതുകൊണ്ടാണ് അയാൾ ആ കോൺഫിഡൻസിൽ നിൽക്കുന്നത്. അയാൾ തന്നെ ബോധപൂർവമായ തെളിവുകൾ നശിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ് അയാൾ ആ കോൺഫിഡൻസിൽ നിൽക്കുന്നത്. ആ കോൺഫിഡൻസ് തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ നിയമവശങ്ങൾ പരിശോധിക്കും. കാരണം എൻ്റെ കയ്യിലും ഇത്തരം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇല്ലാത്ത പക്ഷം അത്തരം നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും. അതായത് നിയമപരമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കംപ്ലൈൻറ്റ് കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവന്തികേൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നിയമപരമായിട്ട് പരിശോധിച്ചതിന് ശേഷം പരാതി കൊടുക്കും. ഒരു തെളിവില്ലാതെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അവന്തിക പറയുന്നത്. കാരണം വാനിഷ് മോഡിലാണ് പിന്നെ ടെലഗ്രാമിലൂടെ രാഹുൽ അവന്തികക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് തെളിവില്ല. അത് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാണൂല എന്നാണ് പറയുന്നത്. ഏതായാലും അത് ശരിയായിരിക്കാൻ മതിയാവും. കാരണം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നീട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഡിജിറ്റലായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പുരോഗതി കൈവരിച്ച ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നമ്മളെ ഗാഡ്ജറ്റുകളിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടോ, എന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എന്ത് വോയിസ് അയച്ചിട്ടുണ്ടോ, എന്ത് കോൾ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എടുക്കാനും അത് കാണാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ അത് അവർ പരിശോധിച്ചിട്ട് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ കൊടുക്കാൻ മതിയായിരിക്കും. ഈ സമയം വരെ, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ പരാതി കൊടുത്തിട്ടില്ല. അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് 20-ാം തീയതിക്ക് ശേഷമാണ്. അതിനുശേഷം ഒരു 3-4 ദിവസം രാഹുൽ അവന്തികക്കെതിരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. മറ്റു പല സ്ത്രീകളും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരെയും മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, രാഹുലിനെതിരെ ഓഡിയോ ക്ലിപ്പ് വരെ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി, അതുപോലെ ആ കുട്ടീനെ ഗർഭഛിദ്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി എന്ന് വരെ പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പ്. അതിൻ്റെ ഒന്നും ആധികാരികത നമുക്കറിയില്ല. അതിൻ്റെ തെളിവുകൾ വന്നിട്ടില്ല, പരാതികളില്ല, നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഈ പറയുന്ന വോയിസ് ക്ലിപ്പിട്ട ആൾ പോയിട്ടില്ല. ആ ആള് ആരാണെന്ന് പോലും നമുക്കറിയൂല. അതുപോലെ തന്നെ ഒരു യുവ നടിയായിട്ടുള്ള റിനിയ ആൻ ജോർജ്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹണി ഭാസ്കർ, ഇവരെല്ലാം ആരോപണങ്ങളും പരാതികളൊക്കെ ആയിട്ട് സമീപിച്ചിട്ടുള്ളത് മാധ്യമങ്ങളെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുമാണ് ഇവർ സമീപിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവരൊന്നും നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് രാഹുലിനെതിരെ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് തർക്കവിതർക്കമന്യേ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്.
കാരണം ഇതുവരെ രാഹുലിനെതിരെ നിയമ നടപടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, രാഹുൽ എന്ത് പറയുന്നു, രാഹുൽ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ഇതിനോട് എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നോണം ഇന്നലെ 24-ാം തീയതി അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തി. അതായത് ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം എവിടെ നിന്നൊക്കെ ആരോപണങ്ങൾ വരാനുണ്ടോ ആ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ഇനി ആരോപണങ്ങൾ വരാനുണ്ടോ എന്നുള്ള ചിന്തയിലായിരിക്കാം അദ്ദേഹം ഇത്രയും ലേറ്റായതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 24-ാം തീയതി ഏതായാലും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെ കണ്ടു, അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം അതിലൂടെ വോയിസ് ക്ലിപ്പ്, അവന്തികയുമായിട്ടുള്ള വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുകയുണ്ടായി. അവന്തിക പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമുള്ള മറുപടി എന്നുള്ള നിലക്കാണ് രാഹുൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഞാൻ ഇതെല്ലാം ഫുള്ളായിട്ട് പ്ലേ ചെയ്യാണ്, വേറൊന്നുമല്ല. ഇതിൽ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളൊരു അഭിപ്രായം വേണ്ട, ഫുള്ളായിട്ട് പ്ലേ ചെയ്യാണ്. പിന്നെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ സമയം ഇത് പ്ലേ ചെയ്തിട്ട് അതിനിടയിൽ നമ്മളൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അതിനിടയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഇതിന് കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനിടയിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നേരെ തന്നെ നിങ്ങളെ കേൾപ്പിച്ചാൽ മതി. നിങ്ങളെല്ലാവരും കണ്ട കാര്യമാണ്, പക്ഷെ ഒന്നുകൂടെ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ, അത് എൻ്റേതായിട്ടുള്ളൊരു വേർഷനിലൂടെ നിങ്ങളെ അറിയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് രാഹുലിൻ്റെ ആ ഒരു മീറ്റിങ്ങിലുള്ള ആ ഒരു പ്രസ്താവനകളും അദ്ദേഹം അതിലൂടെ പ്ലേ ചെയ്യുന്ന ആ ഓഡിയോയും ഒക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇനി രാഹുൽ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടിയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അവന്തിക എന്നതാണ് രാഹുൽ പറയുന്നത്. അവന്തിക അങ്ങനത്തെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരം 8:24, ഇത് ഒരു ചാറ്റാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രി 8:20 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫോൺ വിളിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സുഹൃത്താണ് അവന്തിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർ ഫോൺ വിളിച്ചിട്ട് രാഹുലിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു റിപ്പോർട്ടർ, ഒരു മാധ്യമ റിപ്പോർട്ടർ അവന്തികയെ വിളിച്ചിട്ട് അവന്തികയോട് ചോദിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ അവന്തികയ്ക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള നിലക്ക് ഒരു റിപ്പോർട്ടർ, അതായത് ഇതൊരു മാധ്യമ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഈ ഒരു പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാഹുലിനെതിരെ മാധ്യമ ഗൂഢാലോചന നടക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ ഒരു മാധ്യമ ഗൂഢാലോചനൻ്റെ ഭാഗമായിട്ട് അവന്തികയെ ഒരു മാധ്യമ റിപ്പോർട്ടർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓഗസ്റ്റ് 1 കഴിഞ്ഞിട്ട് ഇത് ഈ മാസം നമുക്കറിയാം 25-ആയി. ഈ ഓഗസ്റ്റ് 1-ന് ഇവർ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനു മുൻപ്, അവന്തികയെ വിളിക്കുന്നതിന് മുൻപേ ഈ ഒരു റിപ്പോർട്ടറും അതുപോലെ ഈ മാധ്യമങ്ങളൊക്കെ ആരെയെല്ലാം വിളിച്ചിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരിൽ ഇത്തരം ഒരു ആരോപണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും ഇല്ലാതെ. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനൊരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ അതായത് രാഹുലിനെ കൊടുക്കാനുള്ള മാധ്യമങ്ങളുടെ ഒരു ശ്രമമായിട്ട് അവന്തികക്ക് തോന്നിയത് കൊണ്ടാണ് ഓഗസ്റ്റ് 1-ാം തീയതി രാഹുലിനെ 8:20 രാത്രി 8:20 ഈ അവന്തിക വിളിക്കുന്നത്. അപ്പോൾ രാഹുലിനെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് അവന്തിക ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ആ
അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. വാട്ട് ടൈം? അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. അപ്പോൾ ഈ റിപ്പോർട്ടർ ഈ അവന്തികയെ വിളിച്ച കാര്യം അവന്തിക രാഹുലിനെ വിളിച്ചു പറയുന്നു. അപ്പോൾ രാഹുൽ ചോദിക്കുന്നു ആ റിപ്പോർട്ടർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് അതിന് കൂടെ തന്നെ ആ റിപ്പോർട്ടർ വിളിച്ച കാര്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വോയിസ് റെക്കോർഡായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് എന്നാൽ അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ, ആ ഒരു വോയിസ് റെക്കോർഡർ എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവന്തിക ഓക്കെ എന്നുള്ളത് പറഞ്ഞിട്ട് അത് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ വോയിസ് റെക്കോർഡാണ് ഇനി ഇവിടെ പ്ലേ ചെയ്യുന്നത് രാഹുൽ. അപ്പോൾ നമുക്കത് കേൾക്കാം. അപ്പൊ ചേട്ടനോട് ആരാ പറഞ്ഞത് കാര്യം? അത് സംസാരിക്കൂ. ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ. അപ്പൊ അത് സംസാരിക്കേ. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൻ്റെ റിപ്പോർട്ടറാണ് അവന്തിയെ വിളിച്ചിട്ടുള്ളത്. ആരാണ് പിന്നെ ഈ ഒരു കാര്യം ന്യൂസ് 18 റിപ്പോർട്ടറോട് അവന്തിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാഹുലിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്തികയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഈ റിപ്പോർട്ടറോട് പറഞ്ഞത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. അതറിയാനുള്ള പിന്നെ അവകാശം അവന്തികയ്ക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ടർ അതിന് മറുപടിയൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. അല്ല ഞാൻ കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിലേ വിട്ടേക്കുക. അപ്പോൾ റിപ്പോർട്ടർക്ക് ഈ ഒരു ഇത് അറിയിപ്പ് കൊടുത്ത ആളെ പേര് പറയാൻ പെട്ടെന്ന് പറ്റൂല, ഇപ്പം പറയാൻ പറ്റൂല, 2-3 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്നാണ് ഈ റിപ്പോർട്ടർ അവന്തികയോട് പറയുന്നത്. അപ്പോൾ ഉള്ള കാര്യമൊക്കെ റിപ്പോർട്ടർ ഇനി പറയുന്നുണ്ട്, അതിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. പറഞ്ഞത് നിങ്ങളൊരു പ്രശ്ന സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രെട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങളുടെ കൈക്കാണ്. പക്ഷെ ലൈഫ് ത്രെട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഹുലിനെതിരിൽ പറയാൻ അവന്തികയ്ക്ക് പേടിയുള്ളത് കൊണ്ട് റിപ്പോർട്ടർ സമീപിക്കുകയാണ്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞോളൂ, ഞങ്ങളിതെല്ലാം ഒരു ആരോപണമായിട്ട് പറഞ്ഞോളാം. അപ്പോൾ അതിന് ഇവർക്ക് ഭയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്, അവന്തികയ്ക്ക് ഭയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് റിപ്പോർട്ടർ സമീപിക്കുന്നത്. എന്ത് നല്ല റിപ്പോർട്ടർ അല്ലേ, ജനങ്ങളിലേക്ക് ഇത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ എന്തൊരു ആത്മാർത്ഥത. അപ്പോൾ ആ ഭയമുണ്ട് എന്ന് പറയുമ്പോൾ അവന്തിക കൊടുക്കുന്ന മറുപടി ഉണ്ട്, അതും നമുക്കൊന്ന് കേൾക്കാം. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടു അതിനകത്ത് റിലവൻ്റ് അല്ലാത്തതായതുകൊണ്ട് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വോയിസ് മൊത്തം ഞാൻ കേൾപ്പിക്കും. റിപ്പോർട്ടർ ഇവരെ ഭയം മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. ഏതായിരുന്നാലും റിപ്പോർട്ടർ ഇവരോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ട, അതല്ലെങ്കിൽ മീഡിയകൾക്ക് അത്ര കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ എന്ത് ചെയ്യാണ്, അത് നീക്കി വെക്കുകയാണ്. കുറച്ച് ഭാഗം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം പ്ലേ ചെയ്യാൻ, അതായത് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം പ്ലേ ചെയ്യാനാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് കേൾപ്പിക്കുക എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ അതിലെന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം മതിയാവും രാഹുൽ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് പ്ലേ ചെയ്ത് തരാം, പക്ഷേ വെറുതെ സമയം അതിന് വേണ്ടിയിട്ട് ഒഴിവാക്കണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞിട്ടാണ് രാഹുൽ ബാക്കി ഭാഗം കുറച്ചും കൂടെ അങ്ങനെ നീക്കിയിട്ട് കേൾപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല.
അതായത് പോലീസിനെ സമീപിക്കാനും തനിക്കെതിരിൽ എന്തെങ്കിലും പിന്നെ പ്രയാസങ്ങൾ പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോലീസിനെ സമീപിക്കാനും അതിനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരാളല്ല എന്ന് പറയുന്നുണ്ട്. ഞാനിതുവരെ ആർക്കെതിരിലും പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ അവന്തിക. അതിൻ്റെ ഇടയിൽ രാഹുൽ പറയുന്നുണ്ട്, ഇതിനിടയിൽ ഞാൻ മാറ്റിവെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് എന്ന് നിങ്ങൾ കരുതുന്ന ആ കാര്യങ്ങൾ വേണമെങ്കിൽ മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പക്ഷെ അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് വലിയ ഉപകാരമില്ലാത്തത് കൊണ്ടാണ് കേൾപ്പിക്കാത്തത് എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ചിലപ്പോൾ കമൻ്റായിട്ട് വരുന്ന ആളുകൾ പറയും രാഹുൽ എന്തുകൊണ്ട് ആ ഭാഗം മാത്രം ഹൈഡാക്കി വെച്ചു, അവിടെ എന്തോ കാര്യമായിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ വോയിസ് റെക്കോർഡ് അവന്തികൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവന്തിക അയച്ചു കൊടുത്ത വോയിസ് റെക്കോർഡാണ് രാഹുൽ ഇവിടെ പ്ലേ ചെയ്യുന്നത്, അല്ലാതെ രാഹുലിൻ്റെ കയ്യിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മ്യൂട്ടാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കേൾപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുഴുവനായിട്ടുള്ള വോയിസ് റെക്കോർഡർ അവന്തികൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവന്തിക അത് വേണമെങ്കിൽ പുറത്ത് വിട്ടാലും രാഹുൽ അതിൽ പെടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവന്തിക തന്നെ രാഹുൽ പറഞ്ഞ ആ ഭാഗം കട്ട് ചെയ്ത് വെച്ച ഭാഗത്ത് ഞാൻ കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ അവന്തികക്ക് വാദിക്കാമായിരുന്നു. പക്ഷെ ഇതിന് ശേഷം അവന്തിക അതിനെ പറ്റിയിട്ട് പിന്നെ ഒരു ആരോപണവും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആ വോയിസ് റെക്കോർഡ് രാഹുലിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലുണ്ട്, അത് തന്നെയുള്ളൂ എന്നുള്ളതാണ് അവന്തികയും മീഡിയക്ക് പിന്നീട് പറഞ്ഞത്. മീഡിയക്ക് മുൻപാകെ പിന്നീട് പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ രാഹുല് പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ രാഹുൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അവന്തികയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സുഹൃത്താണ്. പിന്നെ അവന്തികൻ്റെ അടുത്ത് രാഹുൽ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഓഗസ്റ്റ് 1 വരെ അവന്തിക പറഞ്ഞിട്ടുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 1 വരെ രാഹുൽ വളരെ മോശമായിട്ടോ അവന്തികൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അവർ നല്ല സുഹൃത്താണെന്നുള്ളത് ഓഗസ്റ്റ് 1 വരെ അവന്തിക പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ നിങ്ങോട്ടാണ് ആരോപണങ്ങൾ അവന്തിക ഉന്നയിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതും റിപ്പോർട്ടർ സമീപിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തിയെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ കേട്ടിട്ട് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനുള്ള കമൻറ്റുകളൊക്കെ ചെയ്യണം. എന്തായാലും ശരി. നിങ്ങളടുത്ത് സംസാരിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ 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 അപ്പൊ അവിടെ ക്ലിയർ ആയത്. ഇപ്പൊ അത് ആരാ ഈ പരാതി പറഞ്ഞത് ആരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, സംഭവം വിട്ടേക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല, രാഹുലിനെതിരിൽ പരാതിയൊന്നുമില്ല, രാഹുൽ നല്ലൊരു സുഹൃത്താണ്, രാഹുൽ നിങ്ങളോട് അങ്ങനെ വല്ലാതെ പെരുമാറിയിട്ടില്ല, തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ആ കാര്യം വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ടർ, ന്യൂസ് 18 ഈ റിപ്പോർട്ടർ ആ കാര്യത്തിൽ നിന്ന് മെല്ലെ ലൂസായിട്ട് ഇറങ്ങിപ്പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവന്തിക ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. എന്നെ പറ്റിയിട്ട് ആരോപണങ്ങൾ മറ്റുള്ള ആളുകൾ പറഞ്ഞു നടക്കുമ്പോൾ അത് അറിയാനുള്ളൊരു അവകാശം എനിക്കില്ലേ എന്ന് റിപ്പോർട്ടറോട് അവന്തിയെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പറ്റി മോശമായിട്ടൊന്നും ഈ പിന്നെ പറഞ്ഞു തന്ന ആൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടർ പറയാണ്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? അപ്പോൾ അവന്തികനെ വിളിക്കുന്ന ഈ റിപ്പോർട്ടർ ഈ കാര്യങ്ങൾ ആരിൽ നിന്ന് അറിഞ്ഞിട്ടാണ് അവന്തികനെ വിളിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള അവകാശം അവന്തികക്കുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായിട്ട് പിന്നെ അവന്തികക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടർ പറയുന്നുണ്ട്. അതറിഞ്ഞിട്ടാണ് അവന്തികനെ ഇയാൾ സമീപിക്കുന്നത്. അപ്പോൾ അവന്തിക ഇത് ആരോടാണ് പറഞ്ഞു കൊടുത്തത്? ആ പറഞ്ഞു കൊടുത്ത ആൾ ഈ റിപ്പോർട്ടറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ആളാരാണെന്നുള്ളത് അവന്തിക ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവന്തികക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലും അവന്തിക ഈ കാര്യങ്ങൾ പറയണ്ടേ? അപ്പോൾ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ഈ റിപ്പോർട്ടറിന്, ഈ ന്യൂസ് 18 റിപ്പോർട്ടറിന് എത്തിച്ചു കൊടുത്തത് ആരാണെന്ന് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? അവന്തികക്കുണ്ട്.
അത് റിപ്പോർട്ടർ ആ സമയത്ത് പറയുന്നില്ല. ഓഗസ്റ്റ് 1 ആണ് ഈ വിവരങ്ങൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടുന്നത്. ആ കിട്ടുന്നതിന് മുൻപേ തന്നെയുള്ള ഒരു വോയിസ് റെക്കോർഡറാണിത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ, എന്താണ് ആരാണ് ഈ ഒരു അവന്തിക പറഞ്ഞിട്ട് പിന്നെ റിപ്പോർട്ടറിനെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു കൊടുത്തെന്ന് റിപ്പോർട്ടർ പറയുന്നത് ആരാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതായാലും നമുക്ക് ബാക്കി കേട്ട് നോക്കാം. ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളുണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ചുമതല എന്താണ് ഇപ്പൊ? എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവന്തികക്ക് ഈ ഒരു ആരോപണം രാഹുലിനെതിരെ ഉന്നയിക്കാൻ ഒരു ന്യൂസ് മീഡിയേൻ്റെ അടുത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അവന്തികക്ക് തന്നെ നേരിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണമെങ്കിലും രാഹുലിനെതിരെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവന്തികക്ക് അതിനുള്ള കഴിവും ശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ന്യൂസ് റിപ്പോർട്ടർ ഇവരെ സമീപിക്കുന്നത് അവന്തിക പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആരോ ന്യൂസ് റിപ്പോർട്ടർ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതാരാണെന്ന് അവന്തികക്ക് പോലും അറിയൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അപ്പോൾ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു, അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നെ ഉള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ, അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അത് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി പറയട്ടെ, അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. അപ്പോൾ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട്. അപ്പോൾ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് വോയിസ് അയച്ചു കൊടുത്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു സംഗതികൾ പടപ്പുറപ്പാടുകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ളൊരു സാധ്യതകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അവന്തികയോട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മാധ്യമങ്ങളിലേക്കും കൂടെ പറയട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതും കേൾക്കണ്ടേ. പരാതിയും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആളുകൾ അത് മാത്രം കേട്ടാൽ പോരല്ലോ. അതിലൂടെ ഇരയാക്കപ്പെടുന്നതോ അല്ലെങ്കിൽ തെറ്റുകാരനാക്കപ്പെടുന്നതോ ആയ വ്യക്തി പറയുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ കേൾക്കണ്ടേ. അതായത് സംഭാഷണമാണല്ലോ. യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത്. അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിംഗ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ അവന്തിക എന്തിനാണ് എനിക്ക് അന്ന് ഇത്രമാത്രം ആരോപണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് അവന്തിക എന്തിനാണ് എന്നെ ഈ കാര്യങ്ങൾ, റിപ്പോർട്ടർ വിളിച്ച കാര്യങ്ങളും അവർ പിന്നെ സംസാരിച്ച വോയിസും എനിക്ക് അയച്ചു തന്നത്, എന്നെ ഈ കാര്യങ്ങൾ ചേട്ടാ നിങ്ങളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ളത് അറിയിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുകയാണ്. അതായത് ഈ ആരോപണങ്ങളൊക്കെ വരുന്നതിന് മുൻപേ 10-20 ദിവസം മുൻപേ തന്നെ ഈ അവന്തിക എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ഗൂഢാലോചന പിന്നെ മാധ്യമങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അറിയിച്ച വ്യക്തി തന്നെ രാഹുലിനെ ഭയപ്പെടുന്നു, രാഹുലിനെതിരെ എന്തെങ്കിലും പറയാൻ പിന്നെ പേടിക്കുന്നു എന്നൊക്കെ പിന്നീട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത് പോലും പറഞ്ഞു കൊടുത്തത് അവന്തികയാണ്. അതായത് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചതിൽ ഒരാളായിട്ടുള്ള അവന്തികയാണ് മുൻപ് രാഹുലിനെതിരെ ഇങ്ങനെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രാഹുൽ കൃത്യമായിട്ട് തന്നെ, വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഈ കാര്യത്തിൽ, അവന്തികൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അത് എൻ്റേതായിട്ടുള്ള വേർഷനിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് കേൾക്കാം. ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി പറയാം. അപ്പോൾ അവന്തിക രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന് വളരെ കൃത്യമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തിക മുൻപ് പറഞ്ഞ പിന്നെ കാര്യങ്ങളും, അവന്തിക തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു കൊടുത്ത മാധ്യമ പ്രവർത്തകനുമായിട്ട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിൻ്റെ വോയിസ് റെക്കോർഡും വെച്ചിട്ട് രാഹുൽ വളരെ കൃത്യമായിട്ട് അവന്തിക പറഞ്ഞ ആരോപണങ്ങൾ ആരോ പരിശീലിപ്പിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവന്തിക പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യം രാഹുലിനെതിരെ വന്ന് മാധ്യമപ്രവർത്തകന് അവന്തികയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രാഹുലിനൊപ്പം നിന്ന് എനിക്കെതിരെ ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ നിയമപരമായിട്ട് നടപടി എടുക്കാനുള്ള ശേഷിയും ശക്തിയും അതിനെതിരെ പ്രതികരിക്കാനുള്ള കഴിവും എനിക്കുണ്ടെന്ന് പറഞ്ഞ അവന്തിക പിന്നീട് 10-20 ദിവസത്തിന് ശേഷം രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ ആ ആരോപണം ഉന്നയിച്ചതിന് കൃത്യമായിട്ട് അവന്തിക തന്നെ അയച്ചു കൊടുത്ത വോയിസ് റെക്കോർഡിലൂടെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. ഇനി ബാക്കിയുള്ള ആളുകൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി വഴിയെ പറയാമെന്നും രാഹുൽ പറഞ്ഞു വെക്കുന്നു. അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾ കരുതും ഇതൊരു വെളുപ്പിച്ചെടുക്കലല്ലേ, രാഹുൽ സ്വയം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കല്ലേ എന്നുള്ളത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ, അതും നമ്മൾ കേൾക്കണം. ആരോപണം ഉന്നയിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കണം. ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ സമയം വരെ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ട് വോയിസ് റെക്കോർഡ് വരെ വന്നു കഴിഞ്ഞു. അദ്ദേഹം ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയെന്നും ആ പെണ്ണിനെ ഗർഭഛിദ്രം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസും അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുലിനെതിരെയുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും രാഹുൽ തൻ്റെ കാര്യങ്ങൾ പറയാൻ വൈകിയല്ലോ, എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞത്, ഇനിയും ആരോപണങ്ങൾ വന്നിട്ട് വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പറയാമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരിക്കാം. എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം വൈകിയിട്ടുണ്ടാവുക. ഏതായാലും വഴിയെ ബാക്കിയുള്ള ആരോപണങ്ങൾക്കും മറുപടി പറയും അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ് മീറ്റ് നിർത്തിപ്പോയിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വെളുപ്പിക്കുക അല്ലെങ്കിൽ അത് രാഹുലിനെ വലിയ സംഭവമാക്കി എടുക്കുകയല്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ മനുഷ്യനും ശ്രമിക്കുക. ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ സോഷ്യൽ മീഡിയയോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടെ ഒരു വ്യക്തിക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളോ അല്ല കോടതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനകീയ കോടതിയാണ്. എങ്ങനെ ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം ആ ഒരു ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളാണ് അദ്ദേഹത്തെ ആ ഒരു ജനപ്രതിനിധിയാക്കിയിട്ടുള്ളത്. ആ ജനങ്ങൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി രാഹുലിൻ്റെ ഭാഗവും ആരോപണം ഉന്നയിച്ച ആളുകളുടെ ഭാഗവും ഒക്കെ കേട്ടതിന് ശേഷം
കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ജനങ്ങൾ വിധിക്കട്ടെ രാഹുൽ രാജിവെക്കണം എന്നുള്ളത്. അല്ലാതെ മാധ്യമങ്ങൾ വിധിക്കേണ്ട, രാഷ്ട്രീയ പാർട്ടികൾ വിധിക്കേണ്ട, ശത്രുക്കളായിട്ടുള്ള വ്യക്തികൾ വിധിക്കേണ്ട. അതേപോലെ തന്നെ ആരോപണം ഉന്നയിച്ച ആളുകൾ നിയമപരമായിട്ട് നടപടിയായിട്ട് വരട്ടെ. അപ്പം അതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണ് കോടതി. ജനകീയ കോടതിയിൽ രാഹുൽ വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും അത് ജനങ്ങൾക്ക് തന്നെ നമ്മൾ വിട്ടുകൊടുക്കുക. ജനങ്ങൾ ആ വിധി വിധിക്കട്ടെ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കുക, ആരോപണം ഉന്നയിച്ചവർക്ക് പറയാനുള്ളതും കേൾക്കുക. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ട, അവരുണ്ടാക്കുന്ന ആരോപണങ്ങൾ ആണെങ്കിൽ ആ മാധ്യമങ്ങളെ നമ്മൾ വിചാരണ ചെയ്യുക തന്നെ വേണം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആരുണ്ടെങ്കിലും അവർക്കൊപ്പം നമ്മൾ നിൽക്കണം. അത് ഏത് മാധ്യമമാണെങ്കിലും ശരി, വ്യക്തിയാണെങ്കിലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ശരി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്തുകൊണ്ട് രാജിവെച്ചു, എന്തിന് രാജിവെച്ചു, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു യുവജന വിഭാഗമാണ്, കോൺഗ്രസിൻ്റെ പോഷക ഘടകമാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡൻ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് വേണ്ട എന്നുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടായി. ആ ചർച്ച ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, അത്രമാത്രം. അതല്ലാതെ രാജി വെക്കേണ്ട MLA സ്ഥാനം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ രാജിവെക്കേണ്ട MLA സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഇതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. കൃത്യമായിട്ട് ക്ലാരിറ്റി വരണമെങ്കിൽ ഗർഭിണിയായ യുവതി വരണം, ആ പെണ്ണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുട്ടി വരണം. അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ച ആളുകളിൽ ഇപ്പോൾ 2 ആളുകൾ, ഒരു സിനിമാ മാധ്യമ പ്രവർത്തകയും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായിട്ടുള്ള 2 ആളുകൾ വേറെ ഉണ്ട്. ആ ആളുകളൊക്കെ അവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുകൊണ്ട് അവരൊക്കെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നു പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അവരൊന്നും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഈ മറിഞ്ഞിരിക്കുന്ന വോയിസ് അയച്ചിട്ടുള്ള ആ സ്ത്രീ ഇന്ന് വരെ ഒരു പൊതുജനമധ്യത്തിൽ വന്നിട്ടില്ല. ഇനി അത് അവർ വരുന്നതും വരാത്തതും അവരുടെ കാര്യം. പക്ഷേ അവർ വരാത്ത സ്ഥിതിക്കും, അവർ പരാതി ഉന്നയിക്കാത്ത സ്ഥിതിക്കും, നിയമ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ സ്ഥിതിക്കും ജനങ്ങൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആഗ്രഹിക്കില്ല, ആവശ്യപ്പെടില്ല. പിന്നെ അത് അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച മാധ്യമ വാർത്തകൾ കണ്ടിട്ടോ കേട്ടിട്ടോ ആവാൻ മതിയാകും. അപ്പോൾ മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വാർത്തകൾ കൊടുക്കുക, രാഹുലിൻ്റെ ഭാഗം കേൾക്കുക, അതുപോലെ തന്നെ ആരോപണങ്ങൾ നടത്തുന്ന ആളുകളുടെ ഭാഗവും കേട്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം. അല്ലാതെ കേൾക്കുമ്പോഴേക്കും രാഹുൽ രാജിവെക്കുന്നു, രാഹുൽ ഇങ്ങനെ തെറ്റ് ചെയ്തു, രാഹുൽ അത് ചെയ്തു, രാഹുൽ ഇത് ചെയ്തു, ഒക്കെ രാഹുലിനെതിരെ മാത്രം ആക്കരുത്. കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ശരി, അവർ ഓരോ കാര്യങ്ങളും ശക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം നടപടിയിലേക്ക് പോവുക. അല്ലാതെ ഓരോ ജനപ്രതിനിധിയും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ നേതാവും വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ, ആലോചിച്ചിട്ട് പോരെ. നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ മാധ്യമങ്ങളിലേക്ക് അവതരിപ്പിക്കുക. അല്ലാതെ ഒറ്റയും തെറ്റയുമായിട്ട് അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതിലൊരു പ്രതിസന്ധി ഉണ്ടാക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു വിഷയത്തിൽ ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ടാവാൻ മതിയാവും. ഇവിടെ ട്രൂത്ത് ഇൻസൈറ്റ് എന്ന ഈ ഒരു ചാനലും ഫേസ്ബുക്ക് പേജും ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇത്. ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഞാൻ പറയുന്നതിലും പിഴവുകൾ ഉണ്ടാവാൻ മതിയാകും. ഞാനും ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കും എൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങളത് കണ്ടെത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ അപഗ്രഥിച്ചിട്ട് വിലയിരുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ വിഷയത്തിൽ ഒരാളെ പെട്ടെന്ന് കുറ്റവാളിയാക്കാനും ശിക്ഷിക്കാനും നമ്മൾ മെനക്കെടേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.